ഇന്നത്തെ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണ്ടേ? ഇന്നത്തെ ഏതൊക്കെ പൂർത്തിയായി, ഇത്തരം കാര്യങ്ങളെല്ലാം അറിയണം. പിന്നെ മാത്രമല്ല ഉദ്ഘാടന ചടങ്ങിനെ കുറിച്ച് അറിയണം, എല്ലാം അറിയണം. സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന ആരാണ്, ആരൊക്കെ, ഞാൻ അറിഞ്ഞത് വെച്ച് നോക്കണെങ്കിൽ 2 മുഖ്യാതിഥികളുണ്ട്. അതെ, ഇവിടെ അതിനെ അറിയാൻ സയൻസ് സാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ ലോകത്തിന് മുഴുവൻ അറിയാം ആസിഫ് അലിയും ടോവിനോ തോമസ് ഒന്ന് വരുമെന്ന്. സേതു അറിഞ്ഞിട്ടില്ലെങ്കിൽ സേതുവിനൊന്ന് ഞെട്ടിക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പൊ നമുക്ക് ആരുണ്ട്? നമുക്കൊപ്പം മിസ്റ്റർ ബിനിലുണ്ട്, ബിനിൽ ലീല സാബു ഉണ്ട്. ഏതോ ഒരു വേദിയിൽ, എനിക്ക് തോന്നുന്നു ഇവിടെ 1ാം വേദി തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. മൊത്തം കാര്യങ്ങളും ബിനിൽ നോക്കും. ബിനിൽ, ഗുഡ് മോർണിംഗ്. ഈ മത്സരങ്ങൾ ഇന്ന് തീരുന്നുണ്ട്, അപ്പോൾ എത്ര എണ്ണം പൂർത്തിയായി, ഇന്ന് ഏതൊക്കെ മത്സരങ്ങൾ, ഒപ്പം സമാപന സമ്മേളനവും വേണം അല്ലേ? ഒപ്പം തന്നെ ഇനി ആരെങ്കിലും കയറാനുള്ള എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടെങ്കിൽ അതും കൂടി പറയണം. ഓക്കെ, ശരി ബിനിൽ തുടങ്ങിക്കോളൂ. സേവ് തീർച്ചയായിട്ടും. എന്തായാലും സഹിൻ വല്ലാത്തൊരു സസ്പെൻസ് പൊളിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആസിഫ് അലിയും ടൊവിനോയും വരുന്നു എന്നുള്ള സസ്പെൻസ് പൊളിഞ്ഞു. എന്തായാലും പ്രേക്ഷകർക്ക് വലിയ സങ്കടമായിരിക്കും, അല്ലെങ്കിൽ അവർ കാത്തിരിക്കുകയായിരുന്നു 4 മണിക്ക് 2 അതിഥികൾ വരുന്നതിന് വേണ്ടിയിട്ട്. എന്തായാലും ഇന്നിപ്പോൾ പൂർത്തിയാകാനുള്ളത് 10 മത്സരം കൂടിയാണ്. അതിപ്പോൾ രാവിലെ 9 മണിക്ക് തുടങ്ങും. ഇപ്പോൾ ഉള്ളത് മെയിൻ വേദിയായ സെൻട്രൽ സ്റ്റേഡിയത്തിലാണ്. അതിപ്പോൾ ഇവിടെ നാടനൃത്തം അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകും. അതിനുശേഷമായിരിക്കും മറ്റ് മത്സരങ്ങൾ നടക്കുക. എന്തായാലും ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി എല്ലാ കാര്യങ്ങളും പൂർത്തിയാകും. ശേഷം 4 മണിക്കാണ് ഉദ്ഘാടനം നടക്കുക. ഉദ്ഘാടനത്തിൽ പ്രതിപക്ഷ അടക്കം പങ്കെടുക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഉദ്ഘാടന വേദിയിലേക്ക് നമ്മൾ കഴിഞ്ഞ മുൻ വർഷങ്ങളിൽ കണ്ടതാണ്, വലിയൊരു തിക്കും തിരക്കും ഒക്കെ ഉദ്ഘാടനം ഈ സമാപന സമ്മേളനത്തിൽ ഉണ്ടാകും. കാരണം ഈ സമ്മാനം വാങ്ങാൻ വരുന്ന ആളുകൾ, ഈ കുട്ടികൾക്ക്, അധ്യാപകർ, അതോടൊപ്പം കുറേ ആളുകളുണ്ടാവും. പക്ഷെ ഇത്തവണ അതുണ്ടാകില്ല. 10 പേർ മാത്രം, ഒരു സ്കൂളിന്റെ ഭാഗത്ത് നിന്ന് 10 പേർ മാത്രമേ ഉണ്ടാവുള്ളൂ. അത്തരത്തിൽ ഒരു ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിലെ മന്ത്രി വി ശിവൻകുട്ടി അത് വ്യക്തമാക്കുകയും ചെയ്തു. എന്തായാലും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. തൃശ്ശൂരാണ് ഇപ്പോൾ മുന്നിലുള്ളത്, പാലക്കാട് തൊട്ട് പിന്നിലുണ്ട്. അങ്ങനെ ആ കപ്പ്, സ്വർണ്ണക്കപ്പ് ആര് നേടും, ആരതിൽ മുത്തമിടും എന്നുള്ളത് കാത്തിരിക്കുകയാണ്. എന്തായാലും അതിന് ഇനിയിപ്പോൾ മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. കാരണം കഴിഞ്ഞ 4 ദിവസങ്ങളായി നമ്മൾ കാത്തിരിക്കുകയാണ് ആരാണ് സ്വർണ്ണക്കപ്പിൽ മുത്തമിടുക. എന്തായാലും വലിയൊരു സങ്കടമുണ്ട്. കാരണം 5 ദിവസം പെട്ടെന്ന് കടന്നുപോയത് തോന്നുന്നു. കാരണം നമുക്ക് പ്രിയപ്പെട്ട മത്സരങ്ങൾ, പ്രത്യേകിച്ച് ഞാൻ ഇഷ്ടപ്പെടുന്ന നാടകം എനിക്ക് കാണാൻ പറ്റിയില്ല. പക്ഷേ എങ്കിൽ പോലും പല നാടകങ്ങളും മികച്ച നാടകം ഉണ്ട് എന്ന് പറഞ്ഞു. നമ്മുടെ VS അനു ഇന്നലെ നാടകം റിപ്പോർട്ട് ചെയ്തിരുന്നു, അഖില രവീന്ദ്രൻ റിപ്പോർട്ട് ചെയ്തിരുന്നു. അവരുടെയൊക്കെ സ്റ്റോറി നമ്മൾ കണ്ടിരുന്നു എഡിറ്റ് ചെയ്തപ്പോൾ. അപ്പം മനോഹരമായ നാടകം ഉണ്ടായിരുന്നു. അപ്പോൾ നാടകം വല്ലാതെ മിസ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് ഈ 10 മത്സരം കൂടി പൂർത്തിയാവുന്നതോടുകൂടി ഏകദേശം കലോത്സവത്തിന് എന്തായാലും തിരശീല വീഴാൻ പോവുകയാണ്. ആ മണിക്കൂറാണ്. ഇപ്പോൾ നമുക്കൊപ്പം 2 പേർ കൂടിയുണ്ട്. ഈ കലോത്സവത്തിൽ ന്യൂസ് മലയാളത്തിൽ ഏറ്റവും വൈബായി എന്ന 2 കുട്ടികൾ, നമ്മുടെ സി ഗേൾസ്, സരിക ആൻഡ് സിയ. സരിക, എങ്ങനെയുണ്ടായിരുന്നു? ചേട്ടാ, എനിക്ക് ചേട്ടൻ പറഞ്ഞ പോലെ ഭയങ്കര സങ്കടമാണ്. കാരണം ഊണും ഉറക്കവും തളർച്ചയില്ല നമ്മൾ റിപ്പോർട്ട് ചെയ്ത ഒരു കലോത്സവ ദിനങ്ങൾ പെട്ടെന്ന് തീരാൻ പോകുന്നു. 4 ദിവസം പെട്ടെന്ന് അങ്ങ് തീർന്നു. ചേട്ടൻ എങ്ങനെ ഉണ്ടായിരുന്നു കലോത്സവം? കലോത്സവം ഞാൻ പറഞ്ഞല്ലോ, ചേട്ടൻ്റെ എത്രാമത്തെ വർഷമാണ് കലോത്സവം റിപ്പോർട്ട്? ഞാൻ ഈ ജോലി തുടങ്ങി, ശരിക്കും പറഞ്ഞാലേ ജോലി തുടങ്ങിയിട്ട് 9 കൊല്ലം, 10ാം കൊല്ലമാണ്. ഞാൻ ആദ്യമായിട്ടാണ് കലോത്സവം റിപ്പോർട്ട് ചെയ്യുന്നത്. നമ്മുടെ ഫസ്റ്റ് ആണ് നമ്മുടെ കലോത്സവം റിപ്പോർട്ടിംഗ്. അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ജില്ല, അതായത് സിംഗിൾ വിൻ ബ്യൂറോയിലാണല്ലോ, കൊല്ലത്തും ആലപ്പുഴയിലും ഒക്കെ. അവിടെ ഞാനുള്ള സമയത്തൊന്നും കലോത്സവം വന്നിട്ടില്ല. പിന്നെ ഡെപ്യൂട്ടേഷൻ, അങ്ങനെ കലോത്സവം പോലുള്ള കാര്യങ്ങൾക്ക് ഞാൻ പോകാറില്ല. ശബരിമല, അന്ന് സ്ത്രീ പ്രവേശനം, അങ്ങനെയുള്ള പരിപാടികൾക്ക് ബിഷപ്പ് ഫ്രാങ്കോ മുളക്കലിനെ അറസ്റ്റ് ചെയ്തപ്പോൾ അങ്ങനെ കാഠിന്യമേറിയ വാർത്തകളിലേക്കാണ് ഞാൻ. അതെ, എന്നെ ഇപ്പൊ അതിനാണ് പറ്റൂ എന്നാണ് അന്ന് ആളുകൾ വിചാരിച്ചു തോന്നുന്നു. എന്തായാലും കലോത്സവം ഞാൻ, പിന്നെ വേറെ കാര്യം, ഇന്റേൺഷിപ്പ് ചെയ്യുമ്പോൾ ഞാൻ പോയിരുന്നു. സുപ്രഭാതം പത്രത്തിലായിരുന്നു, 1ാം പത്രത്തിൽ കോഴിക്കോടായിരുന്നു. 2015 തോന്നുന്നു. അന്ന് കോഴിക്കോട് റിപ്പോർട്ട് ചെയ്തിരുന്നു. അന്ന് നമ്മുടെ പേരൊക്കെ ബൈലൈനായിട്ട് വരുന്നത് ആ സമയത്ത്. ഇന്റേൺഷിപ്പിൽ ബൈലൈൻ വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. അപ്പം അങ്ങനെ റിപ്പോർട്ട് ചെയ്ത എക്സ്പീരിയൻസിൽ നിന്ന് നേരെ ഒരു 9 കൊല്ലം കഴിഞ്ഞ് ഇപ്പോൾ വരുമ്പോൾ 5 ദിവസം നമ്മൾ, അതെ, ന്യൂസ് മലയാളം ചാനലിന് വേണ്ടി ബിനിൽ 9 വർഷം എക്സ്പീരിയൻസ് ഉള്ള ചേട്ടൻ്റെ ആദ്യ റിപ്പോർട്ടിംഗ് ആണ്. നല്ല പ്രായമുണ്ടെന്ന് പറഞ്ഞവരാണല്ലേ? സിയ, എങ്ങനെയുണ്ടായിരുന്നു? വളരെ 5 ദിവസം പോയതറിഞ്ഞില്ല. അതേപോലെ ഞങ്ങളുടെ സ്റ്റോറീസ് നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ ഓരോ സ്റ്റോറീസിലും ഓരോ കുട്ടിപ്പട്ടാളം വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഓരോ ഗ്രൂപ്പ്, അവരുമായിട്ട്, ആ കുട്ടികളുമായിട്ട് നമുക്കിപ്പോൾ ഭയങ്കര ഡീപ്പ് കണക്ഷൻ ഉണ്ട്, കോണ്ടാക്റ്റ് ഉണ്ട്. അവർ പോകുന്ന സമയത്ത് ആ സ്റ്റോറി അയച്ചു തരണേ, കാണണേ എന്നൊക്കെ പറഞ്ഞ് അന്യായ ഒരു കണക്ഷൻ ഈ ഒരു 5 ദിവസം കൊണ്ട് നമുക്ക് പല ജില്ലയിൽ നിന്ന് പല കുട്ടികളെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതാണ് കുട്ടികൾ മാത്രമല്ല, പേരൻസ്, അവരുടെ ടീച്ചേഴ്സ് എല്ലാവരും നമ്മുടെ കോണ്ടാക്ട് ഒക്കെ വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് സ്റ്റോറീസ് ഒക്കെ അയക്കണം. അവരുടെയൊക്കെ ഒരു സ്നേഹം, ചേച്ചി പോവാണ്, യാത്ര പറഞ്ഞു പോയ കുട്ടികൾ വരെ ഉണ്ട്. അതായത് ഭയങ്കര സ്നേഹമായിട്ട്. അപ്പൊ ഒരു കലോത്സവത്തിന് ഇത്രയും ബന്ധങ്ങളും കൂടെ നമുക്ക് കിട്ടിയെന്നുള്ളതാണ് പല ജില്ലയും. ഇപ്പൊ ഞാൻ ഇപ്പൊ തുടക്കം മുതൽ നിങ്ങൾ വന്നു, നമ്മളൊരു വലിയ ടീം വന്നു. ആ ടീമില് ഏറ്റവും ചെറിയ കുട്ടികൾ നിങ്ങളാന്ന് തോന്നുന്നല്ലേ? എന്നാലും ഇപ്പൊ ജെൻസ് എന്നൊക്കെ പറയും, ജെൻസി, അങ്ങനെ നമ്മളൊക്കെ അത്ര എത്തിയിട്ടില്ല.
ഇപ്പൊ തന്ത എന്ന് പറയാൻ വരുമായിരിക്കും, അങ്ങനല്ല. ചേട്ടന്റെ ആദ്യ റിപ്പോർട്ടിങ് ആയതുകൊണ്ട് ചേട്ടനെ നമ്മൾ ജെൻസിക്കകത്ത് ഉൾപ്പെടുത്തുവാണ്. ആണല്ലേ? ഓ, താങ്ക് യു. പ്രായം കുറവാണെന്ന് നാട്ടിൽ അറിയട്ടെ. അപ്പോൾ എന്തായാലും ഞാൻ ഈ തുടക്കം മുതൽ നിങ്ങളുടെ സ്റ്റോറീസ് ഇങ്ങനെ കാണുകയാണ്. എന്തൊരു എനർജിയാണ്. ഞാനൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ നോക്കും, ഓ ഈ കുട്ടികളെ പോലെ ആയാൽ മതിയായിരുന്നു. നമ്മളൊക്കെ കുറച്ച് മസിലൊക്കെ പിടിച്ച് നിൽക്കുകയാണ്. എങ്ങനെയാണ് എനർജി കീപ്പ് ചെയ്യുന്നത് സാസി ഗേൾസ്? സാസി ഇത് എനർജി ഇതൊക്കെ ഇൻബോണാ ചേട്ടാ. ഞങ്ങൾ ജനിച്ചപ്പോഴേ ഇങ്ങനെയാ. പണ്ടേ സ്പ്രിങ് നേരം ഞങ്ങളുടെ സ്കൂളിലൊക്കെ വിളിക്കുന്നത്. എന്നെയൊക്കെ അങ്ങനെ വിളിക്കും, സ്പ്രിങ്. ഒരു സ്ഥലത്ത് അടങ്ങി നിൽക്കത്തില്ല. എനിക്കിങ്ങനെ അടങ്ങി നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ പിള്ളേരൊക്കെ കാണുമ്പോൾ പിന്നെ പറയാൻ പറ്റത്തില്ല, വേറെ ലെവല്. നമ്മൾ ചിലപ്പോൾ പിള്ളേരുടെ കൂടെ അങ്ങ് നിൽക്കുവാണ്. അപ്പം ആ ഒരു എനർജിയാണ്. അത് എനർജി നമ്മൾ കീപ്പ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. എനിക്കിത് കാണുമ്പോൾ ഈ ജാക്കി ചാൻ്റെ ഒരു വീഡിയോ ഞാൻ പണ്ട് കണ്ടിട്ടുണ്ട്. അതായത് ജാക്കി ചാൻ്റെ മോനെ കുറിച്ച് പറയുന്നത്, ഹായ് ഡാഡ്, ഇങ്ങനെ അങ്ങനെ ആടിയിട്ടാണ് സംസാരിക്കുക. അപ്പൊ നിങ്ങളെ കാണുമ്പോൾ ഇങ്ങനെ നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ആടിയൊക്കെ ഇങ്ങനെ പുതിയ കുട്ടികളുടെ ഇതാന്ന് തോന്നുന്നല്ലേ? അത് ഭയങ്കര എനർജി കൂടിയാണ്, ഭയങ്കര കാണുമ്പോൾ ഭയങ്കര സന്തോഷം കൂടിയാണ്. പ്രത്യേകിച്ച് കലോത്സവ വേദികൾക്ക് വരുമ്പോൾ പുതിയ കുട്ടികളാണ്, ചെറിയ കുട്ടികളാണ്, അവിടെയൊക്കെ പെർഫോമൻസ് അതിഗംഭീരമാണ്. അപ്പൊ അതുമായിട്ട് നോക്കുമ്പോൾ നിങ്ങൾ ആ കൂടെയും കൂടി. അതായത് പിള്ളേർ ഹൈ എനർജിയിൽ നിൽക്കുകയാണ്. അത് സംസ്ഥാനം വരെ എത്തി കുട്ടികളാണ് നമ്മളിവിടെ ഉള്ളത്. അപ്പൊ അവരുടെ കൂടെ നിൽക്കുമ്പോൾ നമ്മളിങ്ങനെ മോളെ എങ്ങനെയുണ്ട് എന്ന് നമുക്ക് അങ്ങനെ ചോദിക്കാൻ പറ്റത്തില്ല. നമ്മൾ ആ എനർജിയിൽ നിന്നില്ലെങ്കിൽ പിള്ളേർ പോയി, പിള്ളേരുടെ എനർജി പോയി. അപ്പൊ ആ എനർജിയിൽ നമ്മൾ നിൽക്കുകയാണ്. അതെ, പിള്ളേര് ഒരു പെർഫോമൻസ് കഴിഞ്ഞ് വരുമ്പോഴേക്കും വാടി തളർന്ന് വരുമ്പോഴേക്കും നമ്മളെ കാണുമ്പോഴേക്കും അവർ എനർജിയാണ്. അത്രയും പവർഫുൾ ആയിട്ടാണ് നമ്മുടെ അടുത്ത് ഇടപെടുന്നത്. അപ്പോൾ നമ്മളും ഇങ്ങനെ ചത്ത പോലെ നിൽക്കാൻ പറ്റത്തില്ല. നമുക്ക് അവരുടെ ഇടയിൽ 100-110 നിൽക്കണം. അതാണ് പവറിന്റെ ഒരു രഹസ്യം. അതെ, 100-110 നിന്നിട്ടാണ് 5 ദിവസം. ഇപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഞാനിപ്പോൾ നിങ്ങളുടെ കുറേ സ്റ്റോറീസ് ഓരോ ദിവസവും 1-2 സ്റ്റോറീസ് ഒക്കെ ഉണ്ട്. ആ സ്റ്റോറി നിങ്ങൾ ഏറ്റവും എൻജോയ് ചെയ്ത ഒരു സ്റ്റോറി, അല്ലെങ്കിൽ ഈ സ്റ്റോറി ചെയ്തപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, സന്തോഷം തോന്നി എന്നുള്ളത്? നൈറ്റ് ലൈഫ് ആയിരുന്നു തോന്നുന്നു. രാത്രി നമ്മൾ എടുക്കാൻ പോയത് അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റു ജില്ലക്കാർക്ക് ഈ തിരുവനന്തപുരത്തെ ലൈറ്റ് കാണുമ്പോൾ എങ്ങനെ ആ ഒരു ഇതെടുക്കാൻ പോയ സമയത്ത് ഒട്ടും പ്രതീക്ഷിക്കാതെ നമുക്കൊരു ഡെഫ് ലൈവ് ഒക്കെ കിട്ടി. അത് ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത നിമിഷമായിരുന്നു ആ ഒരു. പിന്നെ നമ്മുടെ മിമിക്രി നമ്മൾ ഒരു പ്ലാൻ ഇല്ലാതെ പോയതാണ്. പെട്ടെന്ന് നമുക്ക് അവിടെ വെച്ചിട്ട് ഒരു സാധനം തോന്നി, നമ്മൾ അങ്ങനെ ചെയ്തു. പിന്നെ എനിക്ക് എൻജോയ് ചെയ്ത് എനിക്ക് തോന്നുന്നു. അപ്പം ഇന്ന് പോകുന്ന ഒരു സാധനമാണ്, ഒരു ഗെയിം ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ പാർട്ടിസിപ്പൻസിനെ വെച്ചിട്ട്. അങ്ങനെയാണ് നമുക്ക് കുട്ടികളുമായിട്ട് ഭയങ്കര ഒരു ഇൻട്രാക്ഷൻ കിട്ടിയത്. അതായത് പിള്ളേരൊക്കെ നമ്മളൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അപ്പോഴത് കണക്റ്റായി. അവർ ചേച്ചി റെഡി, നമ്മൾ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് പെർഫോമൻസ് കഴിഞ്ഞ് നേരെ ചൂടോടെ ഇങ്ങ് കൊണ്ടുവരുക. അവർക്കൊരു പ്രശ്നമില്ല. വേറെ നമ്മൾ പ്ലാൻ ചെയ്തു പോയ ഗെയിമിന്റെ പേര് പൂക്കി ഗെയിം എന്ന് അത് ആ പിള്ളേർ പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ അറിയുന്നതല്ലേ. ഇൻസ്റ്റയിൽ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഗെയിം എന്നേ ഞങ്ങൾ പറഞ്ഞോളൂ. അപ്പോൾ ഇത് എൻ്റെ ഒരു കൺസെപ്റ്റ് പറഞ്ഞപ്പോഴാണ് ചേച്ചി ഇത് പൂക്കി ഗെയിം അല്ലേ, നമുക്കറിയാം, നമുക്ക് ഇപ്പൊ ചെയ്യാന്ന് പറഞ്ഞിട്ട് അവർ റെഡി ആയിരുന്നു. അപ്പോൾ അങ്ങനെ ആ സ്റ്റോറികളാണ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ ചെറുപ്പത്തിൽ അല്ലെങ്കിൽ ഒരു 5 മുതൽ 9 ക്ലാസ് വരെ ഞാൻ കവിതയൊക്കെ എഴുതുമായിരുന്നു. അത്തരം അതിക്രമമൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. കവിത എഴുതി നാട്ടുകാരെ ജില്ല വരേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ, ജില്ല വരേക്ക് എത്തി. അപ്പോൾ കുറെ കഴിഞ്ഞപ്പോൾ നാടകത്തിലേക്ക് ഇങ്ങനെ വഴിമാറി പോന്നു. നടനല്ല, ഞാൻ എഴുതുക, പിന്നെ അഭിനയിച്ചിട്ടുണ്ട്. എഴുത്താണ് ഏറ്റവും മെയിൻ. കലാകാരനാണ് വില്ലേട്ടൻ. അതൊക്കെ നശിച്ചുപോയി. കലാകാരനൊക്കെ ഉള്ളിലെ കലാകാരനെ ഞാൻ കൊന്നു കളഞ്ഞു തൽക്കാലത്തേക്ക്. ആണല്ലേ? ഞാൻ CBSE സഹോദയ ഫെസ്റ്റിന് കുച്ചിപ്പുടി ഐറ്റം കളിച്ചിട്ടുണ്ട്, പിന്നെ പോയട്രി റൈറ്റിംഗ്. ഞാൻ ചോദിക്കാൻ വന്നതാണ്, നിങ്ങൾക്ക് ഈ കലോത്സവത്തിൽ വരുമ്പോൾ നിങ്ങൾ മിസ് ചെയ്ത് അല്ലെങ്കിൽ കാണാൻ ആഗ്രഹിച്ചു വന്നു, പക്ഷെ നമ്മുടെ ജോലി കാരണം അല്ലെങ്കിൽ കാണാൻ പറ്റിയിട്ടുണ്ടാവില്ല, ആസ്വദിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. ഇപ്പോൾ സരികയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഐറ്റം ഏതാണ്, എങ്ങനെയൊക്കെയാണ്? എനിക്ക് സത്യം പറഞ്ഞാൽ നമ്മൾ കലോത്സവത്തിന് പോകുമ്പോൾ നമുക്ക് നമ്മുടെ ഐറ്റം മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്ത് അവിടെ നിൽക്കാൻ പറ്റൂ. ഞാൻ ഇതാണ് ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് കലോത്സവം കാണുന്നത് ഇവിടെ വന്നിട്ടാണ്. കാരണം 25ഓളം സ്റ്റേജിൽ നടക്കുന്ന 25ഓളം പോയില്ലെങ്കിലും ഒരു പരമാവധി സ്റ്റേജുകൾ നമ്മൾ കവർ ചെയ്തു. ഒരുപാട് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു, ചവിട്ട് നാടകം കണ്ടിട്ടില്ല. അതൊക്കെ ഞാൻ പോയി ലൈവായിട്ട് കണ്ടപ്പോഴത്തേക്കും അയ്യോ എന്ത് രസം, നമ്മൾ എന്തൊക്കെ മിസ് ചെയ്തു. നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇതൊക്കെ അന്നേ അറിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഒരു സാധനം. പിന്നെ എനിക്ക് കുച്ചിപ്പുടി ഞാൻ കണ്ടില്ല ഇത്തവണ. എനിക്ക് കുച്ചിപ്പുടിയാണ് എൻ്റെ മെയിൻ ഐറ്റം. ഞാൻ സഹോദയ ഫെസ്റ്റിന് കുച്ചിപ്പുടിയൊക്കെ പോയിട്ടുള്ള ഒരു വ്യക്തിയായതുകൊണ്ട് അത് ഞാൻ മിസ് ചെയ്തു. സത്യത്തെ അത് ഞാൻ മിസ് ചെയ്തു. പക്ഷെ എനിക്ക് സംഘനൃത്തം ഇഷ്ടപ്പെട്ടു. എൻ്റെ അയ്യോ ഈ നമ്മുടെ ഇപ്പം നമ്മൾ നിൽക്കുന്ന നിളാവേദിയിലായിരുന്നു. ഭയങ്കര നിറഞ്ഞൊരു സദസ്സ്. അതായത് ഞങ്ങളെ സൈഡിൽ ഇങ്ങനെ ഒന്ന് തലയിട്ട് ഇങ്ങനെ എത്തി നോക്കി, അത്രയ്ക്ക് നിറഞ്ഞൊരു സദസ്സ്. സംഘനൃത്തത്തിനും അന്യായ കാണികളായിരുന്നു. ഗംഭീര പെർഫോമൻസും എല്ലാവരുടെയും ഒന്നിനൊന്ന് മികച്ച പെർഫോമൻസ് ആയിരുന്നു.
സംഘനൃത്തം. എനിക്ക് സംഘനൃത്തമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് കാണാൻ പറ്റി വൃത്തിയായിട്ട് കാണാൻ പറ്റിയത് സംഘനൃത്തമാണ്. എനിക്ക് സംഘനൃത്തമാണ് ഇഷ്ടപ്പെട്ടത്. എനിക്ക് ഭയങ്കര സങ്കടം തോന്നിയത് ഈ വെള്ളാർമല സ്കൂളിലെ കുട്ടികളുടെ നാടകം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് നാടകങ്ങളുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ VS അനുവിൻ്റെയും അഖിലയുടെയും സ്റ്റോറികൾ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിഷ്വൽസ് ഞാൻ ഇന്നലെ കണ്ടു. ആളുകൾ കരയുന്നു. അങ്ങനെ അതിഗംഭീരമായ കഥ പറച്ചിലും അഭിനയമൊക്കെ നാടകത്തിൽ ഉണ്ടായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഞാനത് മിസ് ചെയ്തു. സിയെ എന്താ മിസ് ചെയ്തത്? ഇപ്പോ ബിനിലിന്റെയും അത് നമ്മൾ ഇന്നത്തെ ഈ ഒരു വിശേഷങ്ങൾ കണ്ടു. ഇന്നത്തെ ഈ ദിവസം നടക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് അറിഞ്ഞു.